അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്ന് കരിപ്പൂര് പോവാണ് എയർപോർട്ടിൽ. ഞാനുണ്ട്, പപ്പയുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം സുബ്രഹ്മണ്യനും. എനിക്ക് ഒരു ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ചേട്ടനും ചേച്ചിയാണ്, ഞാൻ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ വരുന്നുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അവൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. 7:30 ആകുമ്പോഴത്തേക്കും ലാൻഡിങ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. കാരണം നമ്മുടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ഇച്ചിരി നേരത്തെ ഇറങ്ങി. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കോലം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. കണ്ണാടി വെക്കാതെ നമുക്ക് എന്താ ആഘോഷം, വെയിലല്ലേ ഗെയ്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു റെക്കോർഡായ. അപ്പോൾ സുബ്രഹ്മണ്യൻ വന്നിട്ടുണ്ട് കേട്ടാ. സുബ്രഹ്മണ്യൻ എൻ്റെ ആൾക്കാരോട് ഹൈ പറയൂ. അപ്പോൾ പപ്പ വണത്തണം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വണ്ടി കയറി ഇനി ഇവിടുന്ന് 7:30 ആകുമ്പോൾ ലാൻഡിങ് ചെയ്യും. ഒരു 8 മണിയാകത്തേക്ക് എത്തണം. എത്തില്ല സുബ്രഹ്മണ്യം? ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓക്കെ, അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണിക്കാൻ പോകുന്ന വഴിയിലെ കാര്യങ്ങളൊക്കെ. നാഷണൽ ഹൈവേ 66 അല്ലേ? ഇത് നാഷണൽ ഹൈവേ അതിലല്ലേ? ആ, അതാണ് മാഹി ബൈപ്പാസ്. ഇത് എന്നോട് ഭയങ്കര ബ്ലോക്ക് കുറവുണ്ട് കേട്ടോ. ഓൺ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട് പറയണ? കോഴിക്കോട് നേരെ പള്ളൂർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എണ്ണ അടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ പെട്രോൾ ഡീസലാ 12 രൂപ കുറവുണ്ടല്ലേ. എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയൊക്കെയാണ്. എണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എണ്ണ അടിക്കുന്നതിനുള്ള കൂടെ കാണാം. എണ്ണ അടിക്കുന്നുണ്ട്. ഇതിവിടെ റേറ്റ് കുറഞ്ഞല്ലേ? റേറ്റ് കൂടിയതല്ലേ? പിന്നെ അത്ര 3 രൂപ അങ്ങോട്ട് കൂടിയില്ലായിരുന്നു. കുറവാണ്. മാഹി വരുന്നതിൻ്റെ ഗുണം ഇതാ, മദ്യവും കിട്ടും, അതുപോലെ എണ്ണ കഴിക്കും. 2 നേരം. നേരെ ഇവിടെ നിന്ന് കുഞ്ഞിപ്പള്ളി പോയി ചാടും. കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് അവിടുന്ന് പിന്നെ അങ്ങോട്ട് വഴി സെറ്റായിട്ടുണ്ടോ? കൊയിലാണ്ടിക്ക് അപ്പുറവും പിന്നെ കൊയിലാണ്ടിക്ക് അപ്പുറം ഉള്ളൂ. ഈ റോഡിന് കത്തിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞിപ്പള്ളി നല്ല ബ്ലോക്കാണ് കേട്ടോ. നമ്മളിപ്പം വടകരയാണുള്ളത്. വടകര ടൗണിൽ. അങ്ങനെ എൻ്റെ വ്ളോഗിലും വടകര വന്നിട്ടുണ്ട്. വടകരക്കാരൊക്കെ ഒരു ഹായ് പറയൂ. ബ്ലോക്ക് നല്ല ബ്ലോക്ക് കേട്ടോ. പപ്പയെ ഇവിടെ ചാടിച്ചിട്ടുണ്ട്. പപ്പ വണ്ടിക്കകത്തില്ല. പപ്പ എല്ലാ മലയാളികളും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പപ്പ പോയേക്കുക. അപ്പം പപ്പ പോയിട്ട് വരും. അപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പുള്ളീൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പുള്ളി വരും. നല്ല ബ്ലോക്കാണ്. വണ്ടി ചെറുതായിട്ടേ മൂവ് ആവുന്നുള്ളൂ. വടകര വളവിലൊരു 60 തെങ്ങ്. ത്തിന് കണ്ണെത്ര. വടകര ടൗണിലൊന്ന് നിർത്തിയതാണ്. വേറെ അവിടെ ഈ സ്ഥലം കണ്ടോ നിങ്ങൾ? വടകര ടൗണിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സ്ഥലം കേട്ടോ. ഒരു മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൊത്തം ചുറ്റിക്കിറങ്ങി. ഇതേ പെട്ടുപോകും കേട്ടോ. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ബ്രോണ്ടരോട് ചാലോട്ട് ഫുള്ള് തിരക്കുള്ള സ്ഥലം കേട്ടാ. കുറേ നടന്നു കേട്ടോ. ഇപ്പം ഏതാ വഴി കാര്യമൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കുറേ ആൾക്കാർ ഉണ്ട്. നല്ല തിരക്കുള്ള വഴി. കാര്യം സാധിച്ചു. നല്ല ഓത്തൊരു ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല ഓത്തെന്ന് പറഞ്ഞാൽ അത്ര രസമില്ലാത്തതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് വൃത്തികേടായിട്ടൊന്നും ഇല്ല കേട്ടോ. അത്ര രസമില്ലാത്തൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈ
എത്താനായി. പൂർണ്ണം അടുത്താ നേരമായിരുന്നു. നല്ല സമയം എടുത്തു. നല്ല ബ്ലോക്ക് കിട്ടിയാണ് നമുക്ക്. അപ്പോൾ അവനാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടേക്ക് പോവാണ്. കോഴിക്കോടിൻ്റെ എൻട്രൻസിലേക്ക് എത്താനായി. വണ്ടി റണ്ണിങ്ങിലാണ്. ബ്ലാക്ക് ഉടുപ്പാന്നാ പറഞ്ഞു. അവിടെ ഉണ്ടോ? എയർപോർട്ടിലെത്തി. അവനെ കാണുന്നില്ല. മുകളിലൊരു ഫ്ലൈറ്റ് പോകുന്നു. അവൻ ഇറങ്ങി. നമ്മൾ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നെന്ന് പറഞ്ഞേ. നോക്കട്ടെ പോയിട്ട് എവിടെയാ എങ്ങനെയാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ. പിന്നെ വിളിച്ചിട്ട് കോളാണെങ്കിൽ സിം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാണ് കേസ്. നോക്കട്ടെ, തപ്പി കണ്ടുപിടിച്ചിട്ട് എവിടെയുള്ളേ. ചേട്ടൻ നേരത്തെ ഇറങ്ങി എവിടെയോ പോയി. അവനെ തപ്പി എനിക്ക് തോന്നുന്നു എയർപോർട്ട് മൊത്തം നമ്മൾ ചുറ്റി കേട്ടാ. ഒരു രക്ഷയില്ല. മാട്ടത്ത് പട്ടാറട വേച്ചക്കൊണ്ട് വണ്ടി ആക്ക് ഗുദാവില പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ. കിട്ടി, ആളെ കിട്ടി കേസ്. ആളെ കിട്ടി. ഇതാണ് ആള് കേസ്. ആളെ കിട്ടി കേസ്. ഇതാണ് എന്റെ ചേട്ടൻ. അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചേട്ടൻ സുബ്രഹ്മണ്യൻ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തത് എവിടെയാണ്? മലബാറാണ്. ഇത് വൈറ്റ് ഹൗസിലാണുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരും. മൈ ഡാഡ് മൂഡ് ഫുൾ ഓൺ ഫുൾ പവർ.